ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വൈകിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ വിചാരിച്ചു നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു മുരിങ്ങയില തോനയും പിടിച്ചിട്ടുണ്ടായിരുന്നു മുരിങ്ങയില. അപ്പോഴത്തേക്ക് കുറച്ച് മുരിങ്ങയില പറിച്ചുകൊണ്ട് വന്നു തോരൻ വയ്ക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ പറിച്ചപ്പോഴത്തേക്ക് അതിൽ എല്ലാം വലിയ മുരിങ്ങയിലായിരുന്നു. അതായത് നമ്മളെ വീട്ടിൽ ഈ മുരിങ്ങയില അല്ലാതെ നമ്മളെ വീട്ടിൽ വേറൊരു സൈസ് ചെടി കൂടിയുണ്ട്. അതുകൊണ്ട് ഇതിന് പൊന്നാങ്കണ്ണി എന്നൊക്കെയാണ് പറയുന്നത്. ഇതുകൊണ്ട് നമ്മളെ വീട്ടിൽ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കും. പിന്നെ എന്തായാലും മുരിങ്ങയില പിച്ചിയിലെന്ന് വെച്ചാൽ പിന്നെ നമ്മളെ വീട്ടിൽ ഇത് എന്തൊരു പിരിയൻ മുളക് അങ്ങനെ എന്തോ പറയുന്ന ഒരു മുളകും കൂടെ നട്ടിട്ടുണ്ട്. അതും കൂടെ എടുത്ത് അതിനുശേഷം ഞാൻ കൊണ്ടുവന്ന ഈ മുരിങ്ങയില നല്ലോണം ക്ലീൻ ചെയ്ത് ഓരോന്നൊക്കെ എടുത്ത് ഞാൻ അവിടുന്ന് വെളിയിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴേ കഴുകൊണ്ടായിരുന്നു കൊണ്ടുവന്നത്. അങ്ങനെ അത് ഓരോന്നായിട്ട് ഇറുത്തിട്ടിട്ട് മുറത്തിൽ ഇറുത്തിട്ട് വെച്ചിരുന്നു. പിന്നെ ഞാൻ അതിനകത്തോട്ട് ഇടാനൊരു സവാളയും വെളിയിൽ നിന്ന് പിച്ചിയ മുളകും പിന്നെ അകത്ത് കിടന്ന 2-3 മുളകും കൂടെ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ഞാൻ ഇങ്ങനെ സാധാരണ എല്ലാവരും ഇങ്ങനെയല്ലേ അരിയുന്നത്, ഞാൻ തിരിച്ചാണ് ഇരുന്നത്. അതാകുമ്പം നമ്മൾ കണ്ണിൽ അത്ര ആവത്തില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ അതെല്ലാം അരിഞ്ഞു. അരിഞ്ഞൊരു പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ തേങ്ങ തിരുവി വെച്ചിട്ട് തേങ്ങയും കൂടെ തിരുവിയിട്ട് പിന്നെ അരയ്ക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഒരു മിക്സിയിൽ കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളിയും കൂടി ഇട്ട് നല്ലോണം മിക്സിയിൽ അരച്ചെടുത്ത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് എന്നിട്ട് അടുപ്പിൽ ചട്ടി വെച്ചിട്ട് അതിനകത്ത് ഞാൻ എണ്ണ ഒഴിച്ച് കടുകിട്ട് പിന്നെ വറ്റൽമുളക് കുറച്ചിരുന്ന് അതും എടുത്തിട്ട് കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് പിന്നെ ഞാൻ അരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളിയും മറ്റേ പച്ചമുളകും കൂടി ഇട്ടിട്ട് അപ്പം തന്നെ ഉപ്പിട്ട് കൊടുത്ത്. കാരണം പിന്നെ നമ്മൾ മുരിങ്ങയില ഇട്ടിട്ട് ഉപ്പിട്ട് കൊടുത്ത് അത് എല്ലാ സ്ഥലത്തും ആവത്തില്ലല്ലോ, അതുകൊണ്ട് അപ്പം തന്നെ ഉപ്പിട്ട് കൊടുത്തു. ഉപ്പൊക്കെ ഇട്ട് അപ്പം തന്നെ ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ഞാൻ പിന്നെ മറ്റേ തോരൻ അരിഞ്ഞ് വെച്ച ഇല ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ അരപ്പും ഇട്ട് കൊടുത്തു. അരപ്പും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഒരു മുട്ടയും കൂടെ ഇട്ട് കൊടുത്തു. കാരണം അത് മുട്ടയും കൂടെ ഇടുമ്പോൾ ഒത്തിരി കൂടെ ടേസ്റ്റ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞൊരു മുട്ടയും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.